Hi. In the last 3 classes we discussed about the basics of electric charges, then we discussed the methods of electrification and finally the properties of electric charges. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം മാത്രമേ ഈ വീഡിയോ ലെക്ചർ നിങ്ങൾ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ഇഫക്റ്റീവ് ആവുള്ളൂ എന്നുള്ളത് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നോക്കൂ, ഈ ചാപ്റ്ററിൻ്റെ സെൻട്രൽ പില്ലറാണ് ആക്ച്വലി കുളോംസ് ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻട്രൽ പില്ലറാണ്. കുളോംസ് ലോ പഠിച്ചതിന് ശേഷം ഇനി ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന യൂണിറ്റിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സാണുള്ളത്. ആ 2 ചാപ്റ്റർ അവസാനിക്കുന്നത് വരെ നമ്മൾ കുളോംസ് ലോ ആണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു സെൻട്രൽ കോറാണ് കുളോംസ് ലോ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാണ്. നമുക്ക് നോക്കാം, എന്താണ് കുളോംസ് ലോ. കുളോംസ് ലോ എന്താണ് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, 2 ചാർജുകൾ തമ്മിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കൂ, ഇവിടെ വരച്ചിട്ടുണ്ട് ഒരു Q1 എന്ന ചാർജ് ഇവിടെ ഉണ്ട്, ഒരു Q2 എന്ന ചാർജും ഉണ്ട്. ഈ Q1ഉം Q2ഉം തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഉണ്ടോ? ഇല്ല. അതെങ്ങനെയാണ്? ഫോഴ്സിൻ്റെ നേച്ചർ പോലും നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ Q1 Q2 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കരുതാം. എന്താ Q1 Q2 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക, അതായത് Q1 Q2ൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് കിട്ടുക. അതെപ്പോഴാണ് കിട്ടുക? Q1 പോസിറ്റീവ് ആകുക, Q2 പോസിറ്റീവ് ആകുക. അപ്പോൾ പ്രോഡക്റ്റ് എന്താ? പോസിറ്റീവിൻ്റെ പോസിറ്റീവ്, യു വിൽ ഗെറ്റ് അഗെയിൻ പോസിറ്റീവ്. If Q1 is negative and Q2 is negative, then also you will get the product as positive. അപ്പോൾ Q1 Q2 ഗ്രേറ്റർ ദാൻ 0 എന്ന് സാധാരണ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ലൈക്ക് ചാർജസ് ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ Q1 Q2 ഗ്രേറ്റർ ദാൻ 0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അതുപോലെ നോക്കൂ, Q1 Q2 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് നെഗറ്റീവ് ആണെന്ന്. പ്രോഡക്റ്റ് എപ്പോഴാണ് നെഗറ്റീവ് ആകുക? ഒരാൾ നെഗറ്റീവും മറ്റേ പോസിറ്റീവ് ആകുമ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റ് നെഗറ്റീവ് കിട്ടുക. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ വാട്ട് ഓർ ഇറ്റ് മേ ബി. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? റിപ്പൾഷൻ ഉണ്ടാവും. അൺലൈക്ക് ചാർജ് ആണെങ്കിൽ ഇവിടെ അട്രാക്ഷൻ ഉണ്ടാവും. ഈ കാര്യം നമുക്കറിയാം, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. പക്ഷേ എത്രത്തോളം അട്രാക്റ്റ് ചെയ്യും, എത്രത്തോളം റിപ്പൽ ചെയ്യും, അതാണ് നമുക്ക് ആര് തരുന്നത്? കുളോംസ് ലോ തരുന്നത്. കുളോംസ് ലോ തരുന്നത് ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമാണ് നമുക്ക് കുളോംസ് ലോ തരുന്നത്. കുളോംസ് ലോ പറയുന്നത് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് 2 ചാർജസ് എഫ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഡിറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ 2 ചാർജസ്. പ്രോഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കാരണം ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ശേഷം കാണും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്ക് ദ ഫോഴ്സ് ബിറ്റ്വീൻ എനി 2 ചാർജസ്, എനി 2 പോയിൻ്റ് ചാർജസ് ഈസ് directly proportional to the product of their charges and inversely proportional to the square of the distance between them and the square of the distance between them. മനസ്സിലായോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ നോക്കൂ, എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ആ ഫേമസ് കുളോംസ് ലോ എന്ന് പറയുന്നത്. ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷനാണ്. നമുക്കതിനെ എന്താക്കി മാറ്റാം? ഒരു ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം by introducing a proportionality constant. അപ്പോൾ F is equal to, you will get some constant into Q1 Q2 divided by R square എന്ന് കിട്ടും. Q1 Q2 divided by R square. ഈ കോൺസ്റ്റൻറ്റിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1/4πε0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 1/4πε0, 1/4πε0. എപ്സിലോൺ എന്നാണത്. എന്താണ് സിമ്പിൾ? എപ്സിലോൺ. എപ്സിലോൺ ഗ്രീക്ക് ലെറ്ററാണ്, ഗ്രീക്ക് ആൽഫബറ്റാണ്. നമ്മൾ റീഡ് ചെയ്യലുക ഇതാണ് എപ്സിലോൺ. നമ്മുടെ ആൽഫ, ബീറ്റ, ഗാമ, പൈ, തീറ്റ, സൈ, കൈ ഒക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ആൽഫബറ്റാണ്, ഗ്രീക്ക് ആൽഫബറ്റാണ് എപ്സിലോൺ. അപ്പോൾ എപ്സിലോൺ 0 അല്ലെങ്കിൽ എപ്സിലോൺ നോട്ട് എന്നാണ് നമ്മളിതിന് പറയാം. ഇനി ആരാണ് ഈ എപ്സിലോൺ 0? എപ്സിലോൺ 0 ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി. അതിൻ്റെ പേരാണ് പെർമിറ്റിവിറ്റി.
പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഓർ ഫ്രീ സ്പേസ്. വാക്വത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി എന്നാണ് നമ്മളതിന് സംസാരിക്കുക. എന്താണ് ഈ പെർമിറ്റിവിറ്റിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുക, കെ ഈ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ആ കോൺസ്റ്റൻറ്റ് കെൻ്റെ വാല്യൂ 1/4πε0 ആണ്. ഈ ε0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 എന്നാണ്. 8.85 × 10⁻⁻12. മനസ്സിലായോ? ഇനി അതിന് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ യൂണിറ്റ് എങ്ങനെ കണ്ടെത്തുക? അത് നമുക്ക് ഇവിടുന്ന് കണ്ടെത്താം. നോക്കൂ, ഈ കെയുടെ വാല്യൂ നമ്മൾ നോക്കൂ ഈ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇവിടെ ശരിക്കും മോഡ് ഉണ്ട്. Q1 Q2ൻ്റെ അപ്പുറത്ത് മോഡാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പിന്നെ അത് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ടാണ് നമ്മളിടാത്തത്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് നമ്മളവിടെ മോഡ് ഇടണം. അപ്പോൾ ഇതിൽ നമ്മൾ ε0ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ε0ൻ്റെ വാല്യൂ കണ്ടെത്തി അതിൻ്റെ യൂണിറ്റ് കിട്ടണം നമുക്ക്. അതിന് കാരണം അതിന് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ε0 ഇസ് ഈക്വൽ ടു ആ 1/f അങ്ങോട്ട് കൊണ്ടുവന്ന്, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? 1/4π ദെൻ Q1 Q2 ഡിവൈഡഡ് ബൈ r². റെഡി അല്ലേ? നോക്കൂ, എഫ് ഡിനോമിനേറ്ററിൽ, അപ്പോൾ N⁻⁻1 ദെൻ Q1 Q2 c² m⁻⁻2. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, ഇതാണ് N⁻⁻1 Coulomb സ്ക്വയർ m⁻⁻2. നന്നായി മനസ്സിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ കുറേശ്ശെ നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ എടുക്കുന്നുള്ളൂ. അത് നിങ്ങൾ ഒരിക്കലും നീട്ടി വെക്കരുത്. അത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ വലിയ പ്രയാസത്തിലെത്തും. നമ്മൾ തുടങ്ങുന്നതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പോൾ നമുക്ക് Coulomb's lawൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ എങ്ങനെ പറയാം? ദ ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു പോയിൻറ്റ് ചാർജസ് ഈസ് ഡിറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു the product of their charges and inversely proportional to the square of the distance between them. This is called Coulomb's law. I repeat, Coulomb's law states that the force between any two point charges, point charge എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചാർജ് ക്യാരി ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ് ചെറുതാവുമ്പോഴാണ് നമ്മൾ പോയിന്റ് ചാർജസ് എന്ന് പറയാം. അതാണ് പോയിന്റ് ചാർജസിനാണ് Coulomb's law മോസ്റ്റ് വാലിഡ്. ഇതൊരു എൻട്രൻസിന് ചോദിച്ചാണ്. Coulomb's law ഈസ് മോസ്റ്റ് വാലിഡ് ഫോർ ഡാഷ്, മോസ്റ്റ് വാലിഡ് ഫോർ പോയിന്റ് ചാർജസ്. വലിയ ചാർജ്ഡ് ബോഡിക്കല്ല, കാരണം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഡിസ്റ്റൻസ് ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതിന് വേറെ മെത്തേഡ് ഉണ്ട്. അപ്പോൾ Coulomb's law ഈസ് മോസ്റ്റ് വാലിഡ് ഫോർ പോയിന്റ് ചാർജസ്. ദ electrostatic force between any two point charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them. മനസ്സിലായോ? എല്ലാവർക്കും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ എഴുതൽ ഇങ്ങനെയാണ്. എഫ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എഫ് എയർ. കാരണം എയറിനെ നമ്മൾ വാക്വത്തിൻ്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. കാരണം ε0ൻ്റെ വാല്യൂ കാര്യമായിട്ട് എയർ ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പെർമിറ്റിവിറ്റി ഓഫ് എയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് വാക്വം തന്നെയാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ ഇതിൽ എഴുതൽ എഫ് എയർ ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്നാണ് നമ്മൾ ഈ ഇക്വേഷനെ നോർമൽ കേസിൽ എഴുതുക. ഇനി എഫ് എയർ എന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, പിന്നെ വാക്വം ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാം. വാക്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണല്ലോ, ഒന്നുമില്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. എന്നാൽ അതിന് പകരം അവിടെ ഒരു മീഡിയം ആണെങ്കിലോ, ഇപ്പോൾ നോക്കൂ, ഒരു വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ, വാട്ടറിലോ മറ്റേതെങ്കിലും മീഡിയത്തിൽ നമ്മൾ രണ്ട് പോയിന്റ് ചാർജിനെ കൺസിഡർ ചെയ്തു. അവർ തമ്മിലുള്ള ഇക്വേഷന് അപ്പോൾ നമ്മൾ എഴുതൽ എഫ് മീഡിയം എന്നാണ് എഴുതുക. എഫ് മീഡിയം ദാറ്റ് ഈസ് ഈക്വൽ, അതിന് നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? 1/4πε Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്നാണ് നമ്മൾ അത്തരം സന്ദർഭത്തിൽ എഴുതുക. മനസ്സിലായോ? where epsilon is called permittivity of vacuum എന്നല്ല, permittivity of the medium. Epsilon is called permittivity of the medium. മനസ്സിലായോ? എല്ലാവർക്കും റെഡി അല്ലേ? അപ്പോൾ നോക്ക് ഒന്നുകൂടെ Coulomb's law എന്താണെന്നൊന്ന് പറഞ്ഞു നോക്ക്. Coulomb's law എന്താ? Coulomb's law പറയുന്നത്, Coulomb's law
the electrostatic force between any two point charges is directly proportional to their product of charges and inversely proportional to the square of the distance between them. F is equal to 1 by 4 pi epsilon 0 q1 q2 divided by r square. ആവർത്തിച്ച് ഇക്വേഷൻ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകണം. എപ്സിലോൺ 1 by 4 pi epsilon 0 q1 q2 divided by r square. Epsilon 0 is called permittivity of vacuum or free space. Permittivity, and its value is 8.85 into 10 raised to minus 12. യൂണിറ്റ് എനിക്കും ബൈഹാർട്ടല്ല, നിങ്ങൾക്കും ബൈഹാർട്ട് ആവേണ്ട ആവശ്യമില്ല. കാരണം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം ഫിസിക്കൽ എഫിനെ അങ്ങോട്ട് എപ്സിലോൺ 0 അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് യൂണിറ്റും കിട്ടി. മനസ്സിലായോ? എല്ലാവർക്കും റെഡി അല്ലേ? ഇനി നോക്കൂ, ഇതിൽ നമുക്ക് കിട്ടുന്ന വേറൊരു സൗകര്യം, ഇപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 by 4 pi epsilon 0ൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. 1 by 4 pi epsilon 0ൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ നമുക്ക് ഓൾറെഡി 1 നമുക്കറിയാം, 4 അറിയാം, പൈ അറിയാം, എപ്സിലോൺ 0യും അറിയാം. ഇതെല്ലാം കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? 1 by 4 pi epsilon 0ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. വെരി ഇൻട്രസ്റ്റിംഗ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 9 into 10 raised to 9 ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സമയത്തും 1ഉം 4ഉം പൈൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ടോ? നോ. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റടിക്ക് 1 by 4 pi epsilon 0നെ എന്ത് റീപ്ലേസ് ചെയ്യാം? 9 into 10 raised to 9 എന്ന് റീപ്ലേസ് ചെയ്താൽ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സൗകര്യം. നിങ്ങൾക്ക് വേണമെന്ന് പ്രാക്ടീസ് ഒന്ന് വീട്ടിൽ നിന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇറ്റ് ഈസ് 9 into 10 raised to 9. കുളോംസ് ലോയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഈസ് എപ്സിലോൺ 0? പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഓർ ഫ്രീ സ്പേസ്. വാട്ട് ഈസ് എപ്സിലോൺ? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ടേമിനെ പരിചയപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. അതാരാ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ പെർമിറ്റിവിറ്റി ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. സിമ്പിൾ നോക്കൂ, എപ്സിലോൺ ആർ. റിലേറ്റീവ് എന്നുള്ളതിൻ്റെ ആറാണ്. ഓർ അതിന് മറ്റൊരു സിമ്പിൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ കെ. സ്മോൾ കെ നമ്മൾ നേരത്തെ റെപ്രസെൻ്റ് ചെയ്തു. സ്മോൾ കെ പലപ്പോഴും നമ്മൾ ഇവിടെ കുളൂംസ് ലോയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 by 4 pi epsilon 0നെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. മനസ്സിലായോ? ഇതിന് വേറെയും ചില പേരുകളുണ്ട്. സ്പെസിഫിക് ഇൻഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയും, SIC എന്നൊക്കെ. ഈ രണ്ട് പേരുകൾ നിങ്ങളിപ്പോൾ പഠിച്ചാൽ മതി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. റിലേറ്റീവ് അല്ലേ, ആപേക്ഷികം എന്നാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവിനെ നമ്മൾ വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ആരെ കമ്പയർ ചെയ്യുന്നത്? വി ആർ കമ്പയറിങ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാണ്. വേറെന്തെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അബദ്ധമാണല്ലോ. വേറെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? അതുപോലെയുള്ള അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. പെർമിറ്റിവിറ്റിൻ്റെ കൂട്ടത്തിൽ സ്റ്റാൻഡേർഡ് ആരാ? പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ. എപ്സിലോൺ ആർ ഓർ കെ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. മനസ്സിലായോ? അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. യു ഗോട്ട് ഇറ്റ്? ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ നോക്കൂ, നമുക്ക് എന്തെഴുതാം? എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്നെഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് എപ്സിലോൺ എന്ന ടേമിനേക്കാൾ നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് എപ്സിലോൺ ആറാണ്. അപ്പോൾ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് തരിക. ആ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ എഴുതി എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇതാ, എഫ് മീഡിയം ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon അല്ലേ? 1 by 4 pi epsilon yes 1 by 4 pi, just a second. Yes, 1 by 4 pi epsilon q1 q2 divided by r square. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഈ എപ്സിലോണിനെ നമുക്ക് ആരായിട്ട് റീപ്ലേസ് ചെയ്യാം? അപ്പോൾ നോക്കൂ, വീണ്ടും നമ്മൾ എഴുതാൻ പോവാണ്. എഫ് മീഡിയം ദാറ്റ് ഈസ് ഈക്വൽ ടു
1/4 pi epsilon 0 epsilon r Q1 Q2 divided by r square. ഇതാണ് നമുക്ക് കുറച്ചും കൂടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എഫ് മീഡിയം ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 epsilon r Q1 Q2 divided by r square. ഇനി സ്വാഭാവികമായിട്ട് നോക്കൂ, എഫ് എയർ അല്ലെങ്കിൽ എഫ് വാക്വം, നമ്മൾ എയറിനെ തൽക്കാലം വാക്വത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുനോക്കുക. നോക്കൂ, ഫോർ വാക്വത്തിൻ്റെ കേസിൽ വാക്വം എപ്സിലോൺ ആറിൻ്റെ വാല്യൂ എത്ര വരിക നോക്കുക. വാക്വത്തിൻ്റെ കേസിൽ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ എത്ര നോക്കൂ. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു, അതെന്ന് വെച്ചാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്നല്ലേ വരിക, ശരിയല്ലേ? അപ്പോൾ എപ്സിലോൺ ആർ ഫോർ വാക്വം അല്ലെങ്കിൽ എയർ നമ്മൾ എത്ര ആയിട്ട് എടുക്കുന്നത്? 1. അപ്പോൾ സ്വാഭാവികമായിട്ടും എഫ് എയർ വരുമ്പോൾ ഈ വാല്യൂ ഇവിടെ എന്താവും? ഈ വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി ചുരുങ്ങും? 1/4 pi epsilon 0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലേക്ക് ഒതുങ്ങും. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ജനറലായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മതി. പക്ഷേ നോർമൽ കേസിലൊക്കെ നമ്മൾ വാക്വത്തിലാണ് സംസാരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഇനഫാണ് താനും. ക്ലിയർ അല്ലേ? റെഡിയാണല്ലോ? ഓക്കെ. ഇനി നോക്കൂ, ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ആ രണ്ട് ഇക്വേഷനും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഈ എഫ് എയറിനെ ഒരു എപ്സിലോൺ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലേ? എപ്സിലോൺ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നോക്കൂ, ഇവിടെ ഒരു എപ്സിലോൺ ആർ ഇവിടെ ഉണ്ട്. ആ എപ്സിലോൺ ആർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എഫ് മീഡിയയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കമ്പയറിങ് ദീസ് ടു ഇക്വേഷൻസ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആറിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? എഫ് മീഡിയം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഒരു വാക്വത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നു, എന്നിട്ട് നിങ്ങളോട് ഒരു മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡൈലക്ട്രിക് മീഡിയത്തിൽ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയറിലെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം കൊടുത്താൽ നമ്മുടെ ആൻസറായി. മനസ്സിലായോ? അപ്പോൾ ഈ റിലേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതാണ് ഇവിടെ നമ്മൾ പുതിയതായിട്ട്, ഇതാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്വേഷൻ. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 Q1 epsilon 0 epsilon r Q1 Q2 by r square. ഇനി എപ്സിലോൺ ആറിൻ്റെ വാല്യൂ വാക്വത്തിന് എത്രയാണ്? ഇറ്റ് ഈസ് 1. ആൻഡ് ഫോർ മെറ്റൽസ് നോക്കൂ, കെ മെറ്റൽസ്, ഒരു മെറ്റൽസിൻ്റെ കേസിൽ മെറ്റൽസിൻ്റെ കേസിൽ കാൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. മെറ്റൽസിന് കാൻ്റെ വാല്യൂ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നോക്കും, നമ്മൾ കുളൂംസ് ലോ പഠിച്ചു കഴിഞ്ഞു. കുളൂംസ് ലോയിൽ ശേഷം റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന ടേം നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ആ പേരിൽ തന്നെ ഉണ്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. കമ്പാരിസൺ എപ്പോഴും ആരായിട്ട് ചെയ്യുക? അതിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. മനസ്സിലായോ? റെഡി അല്ലേ? പെർമിറ്റിവിറ്റിൻ്റെ വാല്യൂ മെറ്റൽസിന് ഇൻഫിനിറ്റിയാണ്. എയറിന് വാക്വത്തിന് അതിൻ്റെ വാല്യൂ 1 ആണ്. റെഡി അല്ലേ? കുളൂംസ് ലോൻ്റെ ബേസിക്സ് കഴിഞ്ഞു. കുളൂംസ് ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഇനി നമുക്ക് കുളൂംസ് ലോനെ തന്നെയാണ് നമ്മൾ വീണ്ടും സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് നമ്മൾ സംസാരിക്കാൻ പോകണം. നമുക്ക് നോക്കാം. കുളൂംസ് ലോ നമുക്കറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ ആണ് തരുന്നത്. ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഫോഴ്സിനെ നമ്മൾ എന്തേ എഴുതിയിട്ടുള്ളൂ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുളൂംസ് ലോനെ വെക്റ്റർ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാം. റെഡി അല്ലേ? അത് നോക്കും, ഞാനിവിടെ ഡയഗ്രം വരച്ചിട്ടുണ്ട്. Q1 Q2 രണ്ട് ചാർജുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ സംസാരിച്ച പോലെ ഈ കേസ് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ലെറ്റ് Q1 Q2 the product is greater than 0. What does it mean? The charges are like charges. ചാർജസ് ലൈക്ക് ചാർജസ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ലൈക്ക് ചാർജസ് ആണ്.
ലൈക്ക് ചാർജസ്. ഓക്കെ, നോക്കാം നമുക്ക്. ലൈക്ക് ചാർജ് ആണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ Q1 എന്ന ചാർജ് നോക്കൂ, Q1 Q2 അപ്പം എന്താ ചെയ്യുക, ഇതിലിങ്ങോട്ട് തള്ളും, കാരണം റിപ്പൽഷൻ അല്ലേ. അപ്പോൾ Q1 നോക്കൂ Q2 ഇങ്ങോട്ട് തള്ളും, Q1 Q2 ഇതിലിങ്ങോട്ട് തള്ളും. അപ്പോൾ ഈ തള്ളിച്ചിനെ നമുക്ക് ഫോഴ്സിനെ പേരിടാൻ പോവുകയാണ് ഞാൻ വെക്റ്റർ F21. വെക്റ്റർ F21 എന്താ അതിൻ്റെ മീനിങ്? ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് Q2 ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്, ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1 എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1 F21. അതുപോലെ Q2 Q1 എന്താ ചെയ്യുക നോക്കൂ, Q2 Q1 ചെയ്യൽ ഞാൻ കളർ മാറ്റിയിട്ട് കൊടുക്കാം നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്. Q2 Q1 നോക്കുക, ഇതിൽ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇങ്ങോട്ട്. ഇതിനെന്താ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2, ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 F12. ഇറ്റ് ഈസ് F12 ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. അപ്പോൾ ആ നെയിമിങ് എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷനിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഫോഴ്സ് ഓൺ Q2 F21 എന്ന് പറഞ്ഞാൽ ആരാ, F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1, F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. മനസ്സിലായല്ലോ. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ് എത്ര ഇവിടെ തന്നിട്ടുള്ളത്? 6 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 6 സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഇനി നമുക്ക് അവരുമുള്ള ഫോഴ്സ് ആണ് കാണേണ്ടത്. നമുക്കറിയാം ഫോഴ്സ്, ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് F നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഞാനിവിടെ നമുക്കിവിടെ വെക്റ്ററിൽ എഴുതുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടാസ്ക്. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ ആദ്യം എഴുതാൻ പോവാണ് വെക്റ്റർ F12 ദാറ്റ് ഈസ് ഈക്വൽ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി നമുക്കറിയാം 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². അറിയാലോ. പക്ഷേ LHSൽ നമ്മൾ വെക്റ്റർ നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, വെക്റ്റർ നൊട്ടേഷൻ. അതുകൊണ്ട് RHSലും എന്ത് വേണം, RHSൽ നമ്മൾ ഡയറക്ഷൻ കൊടുക്കണം. നോക്കൂ, F12ൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, എലോങ് ദിസ് പർട്ടിക്കുലർ ഡിറക്ഷൻ അല്ലേ, ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ മാർക്ക് ചെയ്യുക. നോക്കൂ, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്റ്റർ മാർക്ക് ചെയ്യാൻ പോവാം. ഒരു യൂണിറ്റ് വെക്റ്റർ നോക്കൂ ഇങ്ങനെ കൊടുക്കാം, എലോങ് ദിസ് ഡിറക്ഷൻ Q1ൽ നിന്ന് Q2ലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് വെക്റ്റർ. ആ യൂണിറ്റ് വെക്റ്ററിനെ ഞാൻ പേരിടാണ് R21 ക്യാപ്പ്. R21 മനസ്സിലായോ? അപ്പോൾ നോക്കൂ, ഞാനിതാ അതിവിടെ കൊടുക്കുക R21 ക്യാപ്പ്. നിങ്ങൾക്കറിയാം ഇത് ക്യാപ്പാണ്, തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഇത് യൂണിറ്റ് വെക്റ്ററാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് 1. അപ്പോൾ ഈ വെക്റ്ററിനെ ഈ ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നതുകൊണ്ട് ഇതിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാവുമോ? ഇല്ല. എന്നാൽ ഇതിന് പുതുതായിട്ട് എന്ത് കിട്ടും, ഡിറക്ഷൻ കിട്ടും. എന്താണ് ഇതിൻ്റെ ഡിറക്ഷൻ നോക്കൂ, ഡയഗ്രാം Q2 നിന്ന് Q1ലേക്ക് ദാ ഈ ഡിറക്ഷൻ തന്നെയല്ലേ F12ൻ്റെ ഡയറക്ഷൻ. മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് ആരുടേതും ചെയ്യണം, ആരുടെ ചെയ്യാം, F21 നോക്കി ചെയ്യാം. അപ്പോൾ നമുക്ക് F21ൻ്റെ ഇക്വേഷൻ വെക്റ്റർ F21 ഈസ് ഈക്വൽ ടു, അഗെയിൻ അതിൻ്റെ വാല്യൂ എത്രയാണ്, 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². അതിൻ്റെ ഡിറക്ഷനോ നോക്കൂ, ഇതിൻ്റെ ഡിറക്ഷൻ ഇതല്ലേ ഡിറക്ഷൻ. അപ്പോൾ ഈ ഡിറക്ഷനിലെ യൂണിറ്റ് വെക്റ്റർ, അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്റ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, ആ യൂണിറ്റ് വെക്റ്ററിന് ഞാൻ പേരിടുന്നു R12 ക്യാപ്പ്. അപ്പോൾ ആരാ R12 ക്യാപ്പ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ ഡിറക്റ്റഡ് ഫ്രം Q1 ടു Q2. നോക്കൂ, ഈ യൂണിറ്റ് വെക്റ്ററിനും ഈ വെക്റ്ററിനും ഒരേ ഡിറക്ഷനല്ലേ. യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ അതിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ R12 ക്യാപ്പ്. ഇപ്പോൾ ഇക്വേഷൻ റെഡിയായി അല്ലേ, രണ്ട് ഇക്വേഷനും രണ്ടും റെഡിയായി. ഇനി നിങ്ങൾ നോക്കൂ, ഈ രണ്ട് യൂണിറ്റ് വെക്റ്ററിനെയും മാത്രം ഒന്ന് പരിഗണിക്കൂ. ആ രണ്ട് യൂണിറ്റ് വെക്റ്ററിനെയും മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ. ഇയാളെ സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഇയാളെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് എത്ര, 1. ഡിറക്ഷനോ ഓപ്പോസിറ്റ്, ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണല്ലോ, ആണ്. അപ്പോൾ നോക്കൂ, ഞാൻ ഇതിനെ മാർക്ക് ചെയ്യാൻ പോവാണ്. R12 ക്യാപ്പിനെ, R12 ക്യാപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആരാ, -R21 ക്യാപ്പ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്ക് ഇതിനങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എഴുതാണ് -R21 ക്യാപ്പ് എന്ന് എഴുതാം നമുക്ക്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതാ നോക്കൂ, ദിസ് ഇക്വേഷൻ വിൽ ബിക്കം -1/4π
4 pi epsilon 0 Q1 Q2 divided by R square. മനസ്സിലായോ? ഇൻറ്റു R21 ക്യാപ്. അപ്പം ഈ മൈനസിനെ നമ്മളിവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. ഇത്രയും ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇത് ആര് തന്നെയാണ്? ഇതാര് തന്നെയാണ്? ഇതല്ലേ? സെയിം സാധനമല്ലേ? നോക്കൂ, F12 ആണിത്. ദിസ് ഈസ് F12. നൗ യു ക്യാൻ സേ ആകെയുള്ള വ്യത്യാസം എന്താ? വെക്റ്റർ F12 ഈസ് ഈക്വൽ ടു മൈനസ് വെക്റ്റർ F21 ആണ്. ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ഈ ഇക്വേഷനിലാണ്. എന്താണ് ഈ ഇക്വേഷൻ്റെ മീനിങ്? ഈ ഇക്വേഷൻ്റെ മീനിങ് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. That means Coulomb's law obeys Newton's third law of motion. ഒന്നാമത്തെ ചാർജ് രണ്ടാമത്തത് ഒന്നാമത്തതിലും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഈക്വൽ ആണ് എന്ന മെസ്സേജാണ് നമുക്ക് തരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഓരോ ടേമുകൾ ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ദിസ് ഈസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളത്. ഒരു പ്രയാസമില്ല. നോക്കൂ, F12 നമ്മൾ എന്താ പേര് വിളിക്കുക? അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ്. F21 ആരാ? ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ്. R12 ക്യാപ് ആരാ? യൂണിറ്റ് വെക്റ്റർ ഡിറക്റ്റഡ് ഫ്രം Q1 ടു Q2. R21 ക്യാപ് ആരാ? യൂണിറ്റ് വെക്റ്റർ ഡിറക്റ്റഡ് ഫ്രം Q2 ടു Q1. അപ്പോൾ നേരത്തെ എഴുതിയ സെയിം ഇക്വേഷൻ തന്നെയാണ്, നമുക്ക് ഡിറക്ഷനും കൂടെ നമ്മൾ കൊടുത്തു എന്ന് മാത്രം. ആൻഡ് ഫൈനലി വി ഗോട്ട് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്ന് നോക്കൂ അത്. അപ്പോൾ നമ്മൾ കുളൂംസ് ലോ അതിൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മാത്രമല്ല കുളൂംസ് ലോ അതിൻ്റെ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ ആവർത്തിച്ച കാര്യം തന്നെയാണ്. നോക്കൂ, ആദ്യത്തെ പോയിന്റ് എന്താ? കുളൂംസ് ലോ ഈസ് മോസ്റ്റ് വാലിഡ് ഫോർ ആർക്കാ? പോയിന്റ് ചാർജസ്. പോയിന്റ് ചാർജുകൾ ആരാ? പോയിന്റ് ചാർജ് എന്നുള്ള ഞാൻ പറഞ്ഞു, ചാർജ് ക്യാരി ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ. ചാർജ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒറ്റയ്ക്ക് നിൽക്കില്ലല്ലോ. ചാർജ് ആരെങ്കിലും ഒരാളെ കൂടെ ഉണ്ടാവുക, ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പോൾ ചാർജ് ക്യാരി ചെയ്യുന്ന ആ ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരെ ചെറുതാവുമ്പോഴാണ് നമ്മൾ പോയിന്റ് ചാർജസ്. അറ്റ് റെസ്റ്റിലാണ് നമ്മൾ കുളൂംസിലോ മോസ്റ്റ് വാലിഡ്. ദെൻ SI യൂണിറ്റിൽ 1/4 എപ്സിലോൺ 0ൻ്റെ വാല്യൂ എത്രയാണ്? 9 × 10⁹. SI യൂണിറ്റിൽ ഇറ്റ് ഈസ് 9 × 10⁹. എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി. എപ്സിലോണിൻ്റെ വാല്യൂ മറന്നോ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എപ്സിലോൺ 0? 8.85 × 10⁻12. യൂണിറ്റ് എനിക്കറിയോ? അറിയില്ല. ഞാനും എന്ത് ചെയ്യണം? അവിടുന്ന് ഉണ്ടാക്കണം. അപ്പോൾ എഫിനെ ഇങ്ങപ്പുറത്ത് കൊണ്ടുവന്ന് അപ്പോൾ ഡിനോമിനേറ്ററിലായി. അപ്പോൾ N⁻⁻1. പിന്നെ Q1 Q2 ഉണ്ട്. അപ്പോൾ C² ആയി. ഡിവൈഡഡ് ബൈ R² ആണ്. R ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ m⁻². മനസ്സിലായല്ലോ? ആൻഡ് സി ഇൻ CGSൽ 1/4 എപ്സിലോൺ 0ൻ്റെ വാല്യൂ എത്രയെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടെത്താം. കാരണം 1/4 എപ്സിലോൺ 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്ന കാര്യമാണത്. നോക്കാം നമുക്ക് എത്രയായിരിക്കും CGSൽ ഇതിൻ്റെ വാല്യൂ ഉണ്ടാവുക. CGSൽ വാല്യൂ ഉണ്ടാവുക 1/, നമുക്ക് വാല്യൂ ഒന്ന് കൊടുക്കാൻ പോവാം. അത് നോക്കൂ, 1 ഡിവൈഡഡ് ബൈ നോക്കൂ 4 ഇൻറ്റു, അത് കുഴപ്പമില്ല, 4 SIയിലാണെങ്കിൽ CGSലാണെങ്കിലും 4 തന്നെ. പൈൻ്റെ വാല്യൂവിൽ മാറ്റില്ല, 3.14, അത് മാറ്റില്ല. പിന്നെ മാറ്റം ഏതിലാണ് പ്രതീക്ഷിക്കേണ്ടത്? കാരണം എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 8.85 × 10⁻12 എന്നാണ്. അത്രയും എന്താണ് കിട്ടിയത്? 10⁻12 N⁻⁻1 C² m⁻². അപ്പോൾ നോക്കൂ, ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8.85 × 10⁻12. അതിൽ മാറ്റില്ല ആ വാല്യൂവിൽ. ഇനിയാണ് നമ്മൾ SI യൂണിറ്റുകൾ വരുന്നത്. ഈ യൂണിറ്റിനൊക്കെ പകരം നമ്മൾ എന്ത് കൊടുക്കണം? CGS യൂണിറ്റ് കൊടുക്കണം. നോക്കൂ, N⁻⁻1 എന്നാണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ CGS ആരാ? ഡൈന്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈന? 10⁻5 ഡൈൻ. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം? ന്യൂട്ടൺ എന്നുള്ളതിന് പകരം 10⁻5 ഡൈൻ. കഴിഞ്ഞില്ല, (-1). ഓക്കെ, സ്റ്റെപ്പ് എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഇൻറ്റു കൂളോംബാണ് പിന്നെ ഇവിടെ ഉള്ളത്.
കൂളോംബിൻ്റെ പിന്നെ യൂണിറ്റ് എന്താ സി ജി എസിൽ? സ്റ്റാറ്റ് കുളോം, സ്റ്റാറ്റ് സി. ഒരു കൂളോം എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റാറ്റ് സി ആണ്? 3 × 10⁹ സ്റ്റാറ്റ് സി. 3 × 10⁹ സ്റ്റാറ്റ് സി ദ ഹോൾ സ്ക്വയർ. റെഡി അല്ലേ? ഇൻറ്റു ഇത് നിങ്ങൾ ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ മതി ഇത് കേട്ടോ. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമുക്ക് നോക്കാം. ഇൻറ്റു m⁻²⁻2 ആണ്. അപ്പോൾ അതിൻ്റെ സി ജി എസ് ആരാ? മീറ്ററിൻ്റെ സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു മീറ്ററിന് എത്ര സെൻറ്റിമീറ്ററാണ്? 10⁻² സെൻറ്റിമീറ്റർ ⁻². ഇനി ഇതങ്ങോട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? സി ജി എസിലുള്ള 1/4πε0ൻ്റെ വാല്യൂ കിട്ടുക. കാരണം യൂണിറ്റ് ഒക്കെ സി ജി എസ് ആയി. നോക്കൂ, ടു ദ ഗ്രേറ്റ് അസ്റ്റോണിഷ്മെൻറ്റ് ദിസ് വാല്യൂ ഈസ് ഫൗണ്ട് ടു ബി 1. അപ്പോൾ സി ജി എസിൽ 1/4πε0ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഒറ്റ തവണ നിങ്ങളൊന്ന് ഒന്ന് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. എന്നാൽ നിങ്ങൾക്ക് ലൈഫിൽ തന്നെ എൻട്രൻസിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ പോയിന്റ് ചോദിക്കുക. ബോർഡ് എക്സാമിന് അങ്ങനെ കണ്ടുവരാറില്ല. പക്ഷേ അത് മനസ്സിലാക്കി വെക്കൽ ഒരു പ്രയാസമില്ലാത്ത കാര്യമായതുകൊണ്ട് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. ദ വാല്യൂ ഓഫ് 1/4πε0 ഈക്വൽ ടു 1 ഇൻ സി ജി എസ്, വെയർആസ് ഇൻ SI ഇറ്റ് ഈസ് 9 × 10⁹. നോക്കൂ, നമ്മുടെ അടുത്ത പോയിന്റ് നോക്കൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെൻട്രൽ ഫോഴ്സ് നിങ്ങൾക്കറിയാം. എന്താ സെൻട്രൽ ഫോഴ്സ്? അപ്പോൾ നോക്കൂ, 2 ബോഡി ഇവിടെ ഉണ്ട്. ഈ ബോഡി നോക്കൂ, ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ 2 ചാർജ് തന്നെ ആയിക്കോട്ടെ. നമ്മൾ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷനിൽ പഠിച്ചാണ് സെൻട്രൽ ഫോഴ്സ്. എ ഫോഴ്സ് വിച്ച് ഈസ് ആൾവേസ് ഡിറക്റ്റഡ് ഐദർ ടുവേർഡ്സ് ഓർ എവേ ഫ്രം എ കോമൺ പോയിന്റ്. ഐദർ ടുവേർഡ്സ് ഓർ എവേ. നോക്കൂ, ഇത് പിന്നെ അൺലൈക്ക് ചാർജ് എന്ന് ചോദിക്കുക. എന്ന് വെച്ചാൽ Q1 Q2 <0 ആണ്. അങ്ങനെയാണെങ്കിൽ Q1 Q2നെ എന്താ ചെയ്യുക? ഇങ്ങോട്ട് വലിക്കും. Q2 Q1നെ എന്താ ചെയ്യുക? ഇങ്ങോട്ടും വലിക്കും. അപ്പോൾ ടുവേർഡ്സ് എ കോമൺ പോയിന്റിലേക്കാണ് ഈ ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുങ്ങോട്ട്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഫോഴ്സ് തിരിച്ചാണെന്ന് കരുതിയിരിക്കുക. എന്ന് വെച്ചാൽ Q1 Q2 <0. അങ്ങനെയാണെങ്കിൽ Q1 Q2നെ എന്താ ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളും. Q2 Q1നെ എന്താ ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ടും തള്ളും. അപ്പോഴും നോക്കൂ, ആ ഫോഴ്സ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ ഒരു കോമൺ പോയിന്റിൽ നിന്ന് പുറത്തേക്കല്ലേ. ഇതിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ ഇയാളെ ഞാൻ ഇങ്ങോട്ട് വെച്ചു. ഇതാണ് സെൻട്രൽ ഫോഴ്സ്. മനസ്സിലായോ? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇമ്പോർട്ടൻസ് ഇവിടെ കാണിക്കും. നോക്കൂ, ഇപ്പോൾ Q1 എന്ന ഒരു ചാർജ് ഇവിടെ ഉണ്ട്. ആ Q1 ചാർജ് എന്ന് വെച്ചാൽ ഈ ബോഡി ഈ ബോഡിനെ അത് നേരെ ഒരു എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇതുള്ളത്. ഈ ചാർജിനെ ഇതിലെ ഇങ്ങോട്ടൊരിക്കലും തള്ളൂല. ദിസ് ഈസ് റോങ്. ഇതിൻ്റെ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഈ രൂപത്തിലാണ് അട്രാക്റ്റ് ചെയ്യുക. റിപ്പൽ ചെയ്യുകയാണെങ്കിൽ അത് ഈ രൂപത്തിലുമായിരിക്കും. ഇതാണ് ആ പറഞ്ഞതിൻ്റെ മീനിങ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. ദാറ്റ് മീൻസ് electrostatic force between any two charges is always directed either towards or away from a common point. Clear അല്ലേ? Ready. നമുക്ക് കുളോംസ് ലോനെ പറ്റി ഇത്തിരി കൂടെ അതിൻ്റെ 1-2 പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് ഇന്നത്തെ ഈ ലെക്ചർ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് സാമ്പിൾ പ്രോബ്ലം ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ഇതിന് ശേഷം തരും. അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അസൈൻമെൻറ്റിലേക്ക് പോകാം. നോക്കൂ, there are two charges 10 microcoulomb and 15 microcoulomb. 10⁻⁻6. What is the ratio of forces acting on them? മനസ്സിലായ ക്വസ്റ്റ്യൻ? ഒരു Q1 ചാർജ് ഇവിടെ ഉണ്ട്, ഒരു Q2 ചാർജ് ഇവിടെ ഉണ്ട്. നമ്മളോട് ചോദിച്ചത് ഇയാൾ ഇതിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും അവിടുന്ന് ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും അവരുടെ റേഷ്യോ എന്താണ്? ഇതാണ് 10 മൈക്രോകൂളംബ് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് 15. നമ്മളിപ്പോൾ പഠിച്ചെന്താ? ഒന്നാമത്തെ ചാർജ് രണ്ടാമത്തതിലും രണ്ടാമത്തത് ഒന്നാമത്തതിലും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ഇല്ലേ? അവർ മുന്നിൽ ഡയറക്ഷനിൽ മാത്രമേ മാറ്റുള്ളൂ. അതല്ലേ ഇപ്പോൾ നമ്മൾ പഠിച്ചത്? F12 = -F21 വെക്റ്റർ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ F12 ഡിവൈഡഡ് ബൈ F21 എത്ര വരിക? 1:1. ഇറ്റ് ഈസ് ഈക്വൽ ടു 1:1 ഓർ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ചാർജ് രണ്ടാമത്തതിലും രണ്ടാമത്തത് ഒന്നാമത്തതിലും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൽ യാതൊരു മാറ്റവുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. 2 charges 1 microcoulomb
രണ്ടും each 1 microcoulomb are at a distance of 1 kilometer apart. What is the force between them? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. F is equal to നമ്മുടെ ഇക്വേഷൻ എന്താ 1/4 pi epsilon 0 1/4 pi epsilon 0 Q1 Q2 divided by R square. ഇതാണല്ലോ ഇക്വേഷൻ. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4 pi epsilon 0ൻ്റെ വാല്യൂ എത്ര? 9 × 10⁻⁹ 9 × 10⁻⁹ ഇൻറ്റു Q1 എത്ര? 1 മൈക്രോ പറഞ്ഞാൽ എത്ര? 10⁻⁻6. അപ്പോൾ 10⁻⁻6 ദ ഹോൾ സ്ക്വയർ Q1 Q2 ഡിവൈഡഡ് ബൈ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10⁻⁹ ഇൻറ്റു 10⁻⁻12 ഡിവൈഡഡ് ബൈ 10⁻⁶. 10⁻⁶ഉം 10⁻⁹ഉം ക്യാൻസൽ ചെയ്തു. Therefore, the final answer is 9 × 10⁻⁻9 Newton is the final answer. അല്ലേ? 3ഉം -12. മനസ്സിലായോ? സിമ്പിളാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നതിങ്ങനെ നോക്കി കാണുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തന്നെയല്ലേ എനിക്കും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 14 ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് ഫ്രം എ ന്യൂട്രൽ മെറ്റൽ സ്ഫിയർ. വാട്ട് ഈസ് ദ ചാർജ് ഓൺ ദ സ്ഫിയർ? ഓക്കെ, 10⁻14 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്ത് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെട്ടാൽ അതിന് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് അല്ലേ? ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് എന്താ? പോസിറ്റീവ്. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ Q is equal to +or- NE എന്നുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എന്താ ചാർജ്? നെഗറ്റീവ് എന്നുള്ളത് മനസ്സിലായി അല്ലേ? നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഫ്രം ദിസ് മൈനസ് ആണ്, അല്ല സോറി മൈനസ് അല്ല പ്ലസ് ആണ്. അത്ര ഇലക്ട്രോൺസ് അല്ലേ? ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി എന്താവുക? പോസിറ്റീവ്ലി ചാർജഡ് ആവും. അപ്പോൾ പോസിറ്റീവാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് മനസ്സിലായി ഇവിടെ. ഇനി n എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 10⁻14 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഇൻ്റെ വാല്യൂ എത്ര? 1.6 × 10⁻⁻19 ആണ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻, എത്ര ഉണ്ടാവുക? 10⁻⁻5 Coulomb, ഓർ വിച്ച് ഈസ് ഈക്വൽ ടു ഒന്നുകൂടെ സ്റ്റൈലാക്കി എങ്ങനെ എഴുതുക? 16 × 10⁻⁻6 എന്നായില്ലേ? അല്ലേ? 16 × 10⁻⁻6 Coulomb. അതിനെ അങ്ങനെ എഴുതി. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 16 മൈക്രോ Coulomb എന്ന് എഴുതാം. ഇവിടെ വരെ മതിട്ടോ, ഇതും കൂടി ഞാൻ കാണിച്ചു എന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഒരു 3 മൈക്രോ Coulombും 8 മൈക്രോ Coulomb റിപ്പൽ ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഞാൻ എഴുതാം. ഫോഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 40 ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0. ഇങ്ങനെ ഈ ഇക്വേഷൻ ഇപ്പം തന്നെ പഠിക്കട്ടോ. ഇൻറ്റു Q1 Q2 എത്ര? 3 × 10⁻⁻6 ഇൻറ്റു 8 × 10⁻⁻6 ഹോൾ ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണല്ലോ. റെഡി? ഒന്നുകൂടെ കൊടുത്താൽ 40 ഈക്വൽ ടു 1/4 pi epsilon 0 3 × 8 24 × 10⁻⁻12 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടെത്തിയൊന്നുമല്ല, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നത് നോക്കൂ. ഇവിടെ ഇനീഷ്യലി ഉണ്ടായിരുന്നത് നമുക്കിവിടെ 3 മൈക്രോ Coulomb +3 മൈക്രോ Coulomb ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. +3 മൈക്രോ Coulomb. റെഡി അല്ലേ? പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതോ +8 മൈക്രോ Coulomb ആണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് രണ്ടിലേക്കും എത്ര? -5 മൈക്രോ Coulomb രണ്ടിലും ആഡ് ചെയ്യാൻ പോവാം. നോക്കൂ, +3ലേക്ക് -5 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? -2 അല്ലേ? അപ്പോൾ ഇതിലെ പുതിയ ചാർജ് എന്ന് പറഞ്ഞത് -2 മൈക്രോ Coulomb. +8ലേക്ക് -5 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? +3 മൈക്രോ Coulomb. അറിയോക്കെ? ഇനി ഇവർ തമ്മിലുള്ള പുതിയ ഫോഴ്സാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ അതെത്ര? F'. അപ്പോൾ തന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ പുതിയ കാര്യം അവിടെ നോട്ട് ചെയ്യാൻ പോവുക.
ആ പുതിയത് നോക്ക് ഞാൻ ഇതിന് ആ ഫോഴ്സിനെ എഫ് ഡാഷ് എന്ന് കൊടുക്കാൻ പോവാം, എഫ് ഡാഷ്. അപ്പോൾ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഗെയിൻ 1/4πε0, 1/4πε0. ഇവിടെ Q1 ആരാ നോക്ക്, Q1 എന്ന് പറഞ്ഞത് -2 × 10⁻⁻6. ആ മൈനസ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തത് കാരണം ഈ നേരത്തെ കേസിൽ രണ്ടും പോസിറ്റീവ് ആയിരുന്നു, ഇപ്പോൾ ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ ഈ കേസിൽ 40 ന്യൂട്ടൺ ആണല്ലോ ആദ്യത്തെ കേസിൽ തന്നിട്ടുള്ളത്, അത് പോസിറ്റീവാണ് തന്നത്. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാൽ ഫോഴ്സ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, റിപ്പൾസീവ് ഫോഴ്സ് ആണെന്നാണ്. ഫോഴ്സ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നാണ്. സ്വാഭാവികമായിട്ടും ഈ സെക്കൻഡ് കേസിൽ ഇപ്പോൾ ഇതിവിടെ നെഗറ്റീവ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഊഹിക്കാം ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. ആണല്ലോ, ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവാണ്, ആ ഫോഴ്സ് അട്രാക്റ്റീവ് തന്നെ. അപ്പോൾ 3 × 10⁻⁻6 ഡിവൈഡഡ് ബൈ സെയിം ഡിസ്റ്റൻസ്. റെഡി അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/, ഇതാ ഞാൻ ഇവിടെ കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0. ആ മൈനസിനെ ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചു. 6 × 10⁻⁻12 ഡിവൈഡഡ് ബൈ r². ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കൂ, ആ രണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്താൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ നോക്കൂ, ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ഇംപ്ലൈസ്. അപ്പോൾ എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ 40 അല്ലേ, LHS/LHS, LHS/LHS ഈക്വൽ ടു RHS. നോക്കൂ, ഇവിടുത്തെ 1/4πε0 ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് ഈ മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ആരാളുള്ളത്, 10⁻⁻12ഉം ഈ 10⁻⁻12ഉം ക്യാൻസൽ ചെയ്തു. r² ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ഇവിടെ ഉള്ളത് ആരാ, 6. ഇവിടെ ആരാ ഉള്ളത്, 24. അത് നോക്കൂ, 6 ഡിവൈഡഡ് ബൈ 24. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 വിത്ത് നെഗറ്റീവ് സൈൻ. അപ്പോൾ നോക്ക്, എഫ് ഡാഷിനെ മാത്രം ഇവിടെ നിർത്തുക. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 40 നമുക്ക് ഇതാ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ -40 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എത്ര കിട്ടുക, -10 ന്യൂട്ടൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് -10 ന്യൂട്ടൺ ഈസ് ദ റൈറ്റ് ആൻസർ. ശരിക്ക് പഠിക്കട്ടോ. നിങ്ങൾ ഒരിക്കലും ഇത് ആദ്യം കണ്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്വസ്റ്റ്യൻ കണ്ട് നിർത്തിയിട്ട് വേണം ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ പോകാൻ. ആർ യു ഓക്കെ? യെസ്. നൗ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ എ ചാർജ് ക്യൂ ഈസ് ഇൻ ടു 2 പാർട്സ്. അതിനെ 2 പാർട്ടാക്കി, ഒന്ന് സ്മോൾ ക്യൂ ആക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റെത്ര ഉണ്ടാവുക, ആദ്യമുള്ളത് മൈനസ് സ്മോൾ ക്യൂ. ഇഫ് ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ദം അറ്റ് എ ഗിവൺ സെപ്പറേഷൻ ഈസ് ടു ബി മാക്സിമം. ഓക്കെ, അപ്പോൾ മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ക്യൂ ബൈ ക്യൂ നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ചെയ്യണം, എന്നിട്ട് മാത്രമേ ഇത് ഞാൻ ചെയ്യുന്ന സൊല്യൂഷൻ നോക്കാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജ് ഉണ്ട്, ഇതിനെ 2 പീസാക്കി എന്ന് പറഞ്ഞത്, 2 പീസ്. അതിൽ ഒരു കഷ്ണം സ്മോൾ ക്യൂ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ആളാരായിരിക്കും, ക്യാപിറ്റൽ ക്യൂ മൈനസ് സ്മോൾ ക്യൂ. എന്നിട്ട് കണ്ടീഷൻ എന്താ അറിയോ, അപ്പോൾ ഇത് നമ്മളെ Q1, അപ്പോൾ ഇതാരാ, ഇത് Q2. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഈ Q1 ഇതെന്തായിരിക്കണം, ഈ ഫോഴ്സ് എന്തായിരിക്കണം, മാക്സിമം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ Q1ൻ്റെയും Q2ൻ്റെയും വാല്യൂ എന്താണെന്നാണ് ചോദ്യം. ആ Q1 Q2നെയാണ് ഇവിടെ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ മൈനസ് ക്യൂ തന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മാത്തമാറ്റിക്സിൽ ഡിഫറൻഷിയേഷൻ പഠിച്ചിട്ട് മാക്സിമിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക, അതാണ് ഇതിന് ശരിക്കും വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ജുഗാഡ് മെത്തേഡ് നോക്കാം, കാരണം മാത്സിൽ അത് എടുക്കാത്തത് കൊണ്ട്. അത് വളരെ സിമ്പിൾ മെത്തേഡ് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ 10 എന്നാണ് നോക്ക്, ഇതിൽ എഫ് മാക്സിമം ആവില്ല എപ്പോഴാണ്, ഈ വാല്യൂ ഓൾറെഡി കോൺസ്റ്റൻറ്റാണ്. അറ്റ് എ ഗിവൺ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആറും കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മാക്സിമം ആവുമ്പോഴാണ് നമുക്ക് ഈ ഫോഴ്സ് മാക്സിമം ആവുക. പ്രോഡക്റ്റ് എപ്പോഴാണ് മാക്സിമം ആവുക നോക്കൂ. അപ്പോൾ നോക്ക്, ഞാൻ ഈ 10നെ 2 ആക്കിയിട്ട് മുറിക്കാൻ പോവാം. ആദ്യം ഞാൻ 1ഉം 9ഉം ആക്കി. അപ്പോൾ പ്രോഡക്റ്റ് എന്താ കിട്ടുക, പ്രോഡക്റ്റ് എത്ര കിട്ടുക അല്ലേ, 1ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10. അപ്പോൾ മുറിച്ചത് റെഡിയാണ്. പ്രോഡക്റ്റ് എത്ര ഉള്ളത്, 9. ഇനി നോക്കൂ, 2ഉം 8ഉം ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തു, 2ഉം 8ഉം. അപ്പോൾ എത്ര കിട്ടുക പ്രോഡക്റ്റ്, 16 അല്ലേ. അപ്പോൾ 10നെ ഡിവൈഡ് ചെയ്യാണ്, 2 + 8 അഗൈൻ യു വിൽ ഗെറ്റ് 10.
അപ്പോൾ നോക്കൂ, ഇതിനേക്കാൾ നല്ല ചോയ്സ് ഇതല്ലേ? കാരണം ഇവിടെ പ്രോഡക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും. അപ്പോൾ നോക്കൂ, ഞാൻ അടുത്ത ഓപ്ഷനിലേക്ക് പോയി 3ഉം 7ഉം ആക്കി. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 21. ഓ, അതിനേക്കാൾ ഗുഡ്. 4ഉം 6ഉം ആക്കി. അപ്പോഴെന്താ കിട്ടുക? എഗെയിൻ ദ ഫോഴ്സ് ഇൻക്രീസ്ഡ്. വാവ്. നോക്കൂ, അടുത്തത് 5 and 5 എത്ര? 25. ഇനി എനിക്ക് ചോയ്സ് ഇല്ല, കാരണം ഇനി ഞാൻ 6ഉം 4ഉം കൊടുത്താൽ അത് ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് മാക്സിമം കിട്ടുന്നത്? മാക്സിമം കിട്ടുന്നത് നിങ്ങൾ ആ ചാർജുകളെ ഈക്വലാക്കി ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. മനസ്സിലായോ? പ്രോഡക്റ്റ് മാക്സിമം ആകുന്നത് എപ്പോഴാണ്? നിങ്ങൾ ചാർജിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഒന്ന് ക്യൂ ആണെങ്കിൽ മറ്റത് ക്യൂ മൈനസ് ക്യൂവും ആരായിരിക്കും? ക്യൂ മൈനസ് ക്യൂവും ക്യൂ ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിൽ ക്യൂ എന്ന് പറഞ്ഞ സാധനം, ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞത് ആരായിരിക്കണം? 2Q. ഓർ ക്യൂ ഈസ് ഈക്വൽ ടു ആരാണ്? ക്യാപിറ്റൽ ക്യൂവിൻ്റെ ഹാഫ്. മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കുക, ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? ക്യൂ ബൈ ക്യൂ ആരാണ്? അപ്പോൾ നമുക്ക് ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ. സ്വാഭാവികമായിട്ടും ആരാണ്? ക്യൂ തന്നെ. പിന്നെ സ്മോൾ ക്യൂ എന്ന് പറഞ്ഞ ആളാരാ? നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെ ആക്കിയതെന്നുള്ളത്? കാരണം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ള പോയിന്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ ക്യൂവിൻ്റെ ഒരു കഷ്ണം സ്മോൾ ക്യൂ ആണെങ്കിൽ മറ്റേ കഷ്ണം എന്തായിരിക്കണം? സ്മോൾ ക്യൂ തന്നെ. അപ്പോഴല്ലേ ഈക്വൽ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ക്യൂ ഡിവൈഡഡ് ബൈ സ്മോൾ ക്യൂ ആരാ? ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ക്യാപിറ്റൽ ക്യൂവിൽ എത്ര ഹാഫ് ക്യൂ ഉണ്ട്? എത്ര ഉണ്ട്? 2. For the ratio is 2 or 2:1 is the right answer. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, ഇന്ന് നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് ഇന്ന് നമ്മൾ ചെയ്തത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമല്ല ഉദ്ദേശിച്ചത്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ബേസിക്കാണ്, അതിൻ്റെ സെൻട്രൽ പില്ലറാണ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ആ ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാൻ. ഇനി പ്രോബ്ലം പാർട്ട് തുടങ്ങി. ഇനിയും പ്രോബ്ലംസുകളാണ് വരാനുള്ളത്. അടുത്ത നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. ആ പ്രിൻസിപ്പിൾ നമുക്ക് ആകെ 2 മിനിറ്റിനെ സംസാരിക്കാനുള്ളൂ പരമാവധി. ബാക്കി ആ സൂപ്പർ പ്രിൻസിപ്പിൾ മനസ്സിലാവാനുള്ള പരിപാടി പ്രോബ്ലംസ് ചെയ്യലാണ്. അപ്പോൾ ഒന്നും പെൻഡിങ് വരരുത് കേട്ടോ. ഉള്ളത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുക. അടുത്തതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ? യെസ്.